നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ നോക്കിയാലോ? ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇപ്പോൾ കളറ് മാത്രമേ ഉള്ളൂ, എരിയില്ല. ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് കായപ്പൊടി ഇടുന്നുണ്ട്. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നന്നായിട്ട് തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സമയം അങ്ങനെ തന്നെ ഇരിക്കും. നല്ലെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമുക്ക് മൂപ്പിക്കാം കേട്ടോ. അപ്പം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടായ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ശകലം ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ തിരട്ടി വെച്ചപ്പോൾ ഇട്ടില്ലായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. ഞാൻ കുറച്ച് കാന്താരിയും കൂടെ ഇടുന്നുണ്ടേ. കടുക് വറുത്തോണ്ട് അതൊക്കെ മിക്സ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ഇട്ടാൽ പണി കഴിഞ്ഞു. ഞാനിത് രാവിലെ അരിഞ്ഞ് പുരട്ടി വെച്ചിട്ട് വൈകിട്ടാണ് കടുക് വറുത്ത് മിക്സൊക്കെ ചെയ്യുന്നത്. അപ്പം ഇൻസ്റ്റൻ്റായിട്ട് അപ്പം തന്നെ ഉണ്ടാക്കണമെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.